നാലാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയ കോൺസെപ്റ്റ് ഓഫ് എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറഞ്ഞ യൂണിറ്റ് ആട്ടോ. ഓക്കെ, പേര് പോലെ തന്നെ ഈ യൂണിറ്റിൽ നമ്മൾ ആകെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? കുറച്ച് എൻവയോൺമെന്റൽ എത്തിക്സുകൾ ഉണ്ട്. ഓക്കെ, നമ്മുടെ നിലവിൽ സമൂഹത്തിൽ നിലനിന്നു കൊള്ളുന്ന കുറച്ച് എൻവയോൺമെന്റൽ എത്തിക്സുകൾ ഉണ്ട്. ഓക്കെ, സോ അതേപോലെ തന്നെ എൻവയോൺമെന്റൽ എത്തിക്സുകളെ കൊണ്ട് നമുക്കുള്ള ഉപയോഗങ്ങൾ എന്താണ്? എൻവയോൺമെന്റൽ എത്തിക്സിന്റെ ഇമ്പോർട്ടൻസ് എന്താ? നമ്മുടെ സൊസൈറ്റിയിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അതേപോലെ അതിനോടനുബന്ധിച്ച കുറച്ച് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കുറച്ച് കോൺസെപ്റ്റുകളുണ്ട്. എൻവയോൺമെന്റൽ കോൺസെപ്റ്റുകൾ കുറച്ചെണ്ണം ഉണ്ട്. സോ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത് കേട്ടോ. ഒന്നുമില്ല, വളരെ എളുപ്പമാണ്, നമുക്കൊന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, സോ നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്താണ് ഈ എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ എൻവയോൺമെന്റൽ എത്തിക്സ് കൊണ്ടുള്ള ഗുണം എന്താണ്, അത് നമുക്ക് നോക്കിയാലോ? ഓക്കെ, നമുക്ക് നോക്കാം. അതായത് എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്നത് ആക്ച്വലി അതായത് എന്താ, നൈതികത അല്ലെ, പരിസ്ഥിതി നൈതികത എന്ന് പറയും അല്ലെ. സോ ഇത് എൻവയോൺമെന്റൽ എത്തിക്സ് ആക്ച്വലി എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ ഒരു കീ ഫീച്ചർ ആണ്. ഈ എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്നത് എന്തിനെ കാണിച്ചു തരുന്നു? എൻവയോൺമെന്റൽ എത്തിക്സ് നമുക്ക് എന്തിനെ കാണിച്ചു തരുന്നു? അതായത് മനുഷ്യനും എർത്തും ഭൂമിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിച്ചു തരുന്ന എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ ഒരു കീ ഫീച്ചർ ആണ് എന്ത്? എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ഭൂമിയുടെയും മനുഷ്യന്റെയും ബന്ധം അല്ലെ, റിലേഷൻഷിപ്പ് കാണിച്ചു തരുന്ന, മനസ്സിലായല്ലോ, കാണിച്ചു തരുന്ന എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ ഒരു കീ ഫീച്ചർ ആണ് ഏത്? എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, അഥവാ നൈതികത. ഓക്കെ, സോ ഇതിനോടനുബന്ധിച്ച് തന്നെ ഇതാണ് ആക്ച്വലി എന്താ എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്നത്. ഈ എൻവയോൺമെന്റൽ എത്തിക്സിനോട് അനുബന്ധിച്ച് തന്നെ ഒരുപാട് കോൺസെപ്റ്റുകൾ നിലകൊള്ളുന്നുണ്ട്. മനസ്സിലായല്ലോ. ഇപ്പൊ ഈ എൻവയോൺമെന്റൽ എത്തിക്സിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, എൻവയോൺമെന്റിന്റെ, നമ്മുടെ പരിസ്ഥിതിയുടെ പ്രൊട്ടക്ഷനും സേഫ്റ്റിയും അല്ലെ, ഇതെല്ലാം നമ്മൾ ഉറപ്പുവരുത്തി, നമ്മൾ അത് ചെയ്തു എന്ന് ഉറപ്പുവരുത്താൻ എൻവയോൺമെന്റൽ എത്തിക്സ് നമ്മളെ ഒരുപാട് സഹായിക്കും. അതായത് ഒന്നുമില്ല, നമ്മുടെ ചുറ്റിലുമുള്ള എൻവയോൺമെന്റ് അതിനെ നമ്മൾ സേഫ് ആക്കുന്ന തരത്തിലും അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുമുള്ള പ്രവൃത്തിയാണ് നമ്മുടെ അല്ലെങ്കിൽ എന്റെ ഭാഗത്തുനിന്ന് വന്നത് എന്ന് ഉറപ്പുവരുത്താൻ എന്നെ സഹായിക്കുന്നു? എൻവയോൺമെന്റൽ എത്തിക്സ് എന്നെ സഹായിക്കുന്നു അല്ലെ. ഇപ്പൊ മനസ്സിലായല്ലോ, ഇതാണ് എൻവയോൺമെന്റൽ എത്തിക്സിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇനി കുറച്ച് എൻവയോൺമെന്റൽ എത്തിക്സിന്റെ കോൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. എൻവയോൺമെന്റൽ കോൺസെപ്റ്റുകൾ കുറച്ച് പഠിക്കാനുണ്ട്, നമുക്ക് നോക്കിയാലോ? ഓക്കെ, ആദ്യത്തെ തന്നെ കുറച്ച് മോഡൽസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം. ആന്ത്രോപോസെൻട്രിസം മോഡലാണ് നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത്. എന്താണ് ആന്ത്രോപോസെൻട്രിസം അഥവാ നരവംശ കേന്ദ്രീകരണം? എന്താണ് നരവംശ കേന്ദ്രീകരണം? സോ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു മോഡൽ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നോക്കാം. ആക്ച്വലി ആന്ത്രോപോസെൻട്രിസത്തിന്റെ അണ്ടറിൽ നമ്മൾ നോക്കി കഴിയുകയാണെങ്കിൽ മനുഷ്യനാണ് ഡൊമിനന്റ്, അഥവാ ഈ ഡൊമിനന്റ് എന്ന് പറയുമ്പോൾ എന്താ കുറച്ചുകൂടി മുന്നിൽ നിൽക്കുന്നത്. മനുഷ്യന്റെ കീഴിലാണ് ഈ പറഞ്ഞ ബാക്കിയുള്ള ലിവിങ്ങും നോൺ ലിവിങ്ങും ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ആരുടെ കീഴിലാണ്? മനുഷ്യന്റെ കീഴിലാണ് എന്നാണ്. അതായത് ഒന്നുമില്ല, ഇവിടെ മനുഷ്യനാണ് സുപ്പീരിയർ. മനസ്സിലായോ? സുപ്പീരിയർ ഇൻ നേച്ചർ ആരാണ്? മനുഷ്യനാണ് എന്നാണ് ആന്ത്രോപോസെൻട്രിസം. മനസ്സിലായല്ലോ, ആന്ത്രോപോസെൻട്രിസം മോഡൽ വഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നുമില്ല, ബാക്കിയുള്ള ജന്തുജാലങ്ങളെക്കാളും അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നതും ജീവിച്ചിരിക്കാത്തതുമായ നമ്മുടെ എൻവയോൺമെന്റിലുള്ള എല്ലാ
അവരുടെ എല്ലാം മുകളിൽ ആരാണ്? മനുഷ്യനാണ്. മനുഷ്യനാണ് അവിടെ എന്തുള്ളത്? സുപ്പീരിയോറിറ്റി ഉള്ളത്. മനസ്സിലായല്ലോ? അതേപോലെ തന്നെ ഇവിടെ പറയുന്നത് മറ്റുള്ള എല്ലാ സ്പീഷീസിനെക്കാളും ആര് മുകളിലാണ്? മനുഷ്യൻ മുകളിലാണ്, അല്ലെങ്കിൽ മനുഷ്യന് ഒരു പടി മുകളിലാണ് മനുഷ്യന്റെ സ്ഥാനം എന്നാണ് ആന്ത്രോപോസെൻട്രിസം പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇതിപ്പോ ആന്ത്രോപോസെൻട്രിസം ഇതൊക്കെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇത് ഓരോ മോഡലുകളാണ്. മനസ്സിലായല്ലോ? ഈ മോഡലുകൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, സോ ആന്ത്രോപോസെൻട്രിസം എന്താ പറയുന്നത്? നമ്മുടെ എൻവയോൺമെന്റിലുള്ള മറ്റുള്ള സ്പീഷീസുകളെക്കാളും സുപ്പീരിയോറിറ്റി ആർക്ക് മാത്രമാണുള്ളത്? മനുഷ്യന് മാത്രമാണ് ഉള്ളത്. മറ്റുള്ള സ്പീഷീസുകളെക്കാളും മുകളിലാണ് ആര്? മനുഷ്യൻ എന്നാണ് ആന്ത്രോപോസെൻട്രിസത്തിന്റെ മോഡലിൽ പറയുന്നത്. രണ്ടാമത്തെ ഒരു മോഡൽ നമുക്ക് നോക്കാം, ബയോസെൻട്രിസം. ഏതാണ്? ബയോസെൻട്രിസം. ആക്ച്വലി ബയോസെൻട്രിസത്തിന്റെ അണ്ടറിൽ നമ്മൾ നോക്കാം. നമുക്കറിയാം ബയോസെൻട്രിസം ഇസ് എ ബിലീഫ് that all living beings have ഒരു സെയിം വാല്യൂ. ബയോസെൻട്രിസത്തിന്റെ അണ്ടറിൽ നോക്കുമ്പോൾ മനുഷ്യന് എന്നല്ല, മറ്റുള്ള ജീവജാലങ്ങൾ എന്നല്ല, എല്ലാവർക്കും എന്താണ്? ഒരേപോലെയുള്ള വാല്യൂ ആണ് ഉള്ളത് എന്നാണ് ബയോസെൻട്രിസം മോഡൽ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. മനസ്സിലായല്ലോ? എന്നാൽ ഇവിടെ നമ്മുടെ ആന്ത്രോപോസെൻട്രിസം മുന്നോട്ട് വെച്ച് എന്താണ്? മറ്റുള്ള സ്പീഷീസുകളെക്കാളും മനുഷ്യനാണ് മുകളിൽ എന്നാണ്. എന്നാൽ ബയോസെൻട്രിസത്തിൽ നോക്കുമ്പോൾ മറ്റുള്ള സ്പീഷീസുകളെക്കാളും മുകളിൽ മനുഷ്യനുണ്ട് എന്നൊന്നും എന്ത് ചെയ്യുന്നില്ല? പറയുന്നില്ല, അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുന്നില്ല. പകരം എന്താണ്? എല്ലാവരും സെയിം ആണ് എന്നുള്ള ഒരു രീതിക്കാണ് ബയോസെൻട്രിസം മോഡൽ നമ്മളെ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. ഇപ്പൊ മനസ്സിലായോ വ്യത്യാസം? ഇനി ഒന്നുകൂടെ നമുക്ക് പഠിക്കാറുണ്ട്, അതാണ് എക്കോസെൻട്രിസം. ഏതാണ്? എക്കോസെൻട്രിസം. ഇനി എക്കോസെൻട്രിസത്തിന്റെ കുറച്ച് ഫീച്ചേഴ്സും കൂടെ നമുക്ക് നോക്കിയാലോ? സോ എക്കോസെൻട്രിസത്തിന്റെ അണ്ടറിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അഥവാ എക്കോസെൻട്രിസം മുന്നോട്ട് വെക്കുന്നത് എന്താന്ന് വെച്ചാൽ എക്കോസിസ്റ്റത്തിൽ അടങ്ങിയിട്ടുള്ള എല്ലാ ലിവിങ് ആൻഡ് ഓൾ ദ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഓർഗാനിസവും എന്താണ്? സെയിം ആണ് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ല? അതായത് ശ്രദ്ധിക്കണം, എക്കോസെൻട്രിസത്തിൽ പറയുന്നത് എന്താ? എക്കോസിസ്റ്റത്തിൽ അടങ്ങിയിട്ടുള്ള ജീവിക്കുന്നതും ജീവിക്കാത്തതുമായ എല്ലാത്തിനും ഒരേ വാല്യൂ ആണ് ഉള്ളത് എന്നാണ് പറഞ്ഞത്. ഇവിടെയും എന്തില്ല? മനുഷ്യന് ഒരു ഡൊമിനന്റ് അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ നേച്ചർ മനുഷ്യന് ഈ ഒരു കോൺസെപ്റ്റും എന്ത് ചെയ്യുന്നില്ല? ഈ മോഡലും കൊടുക്കുന്നില്ല. മനുഷ്യന് ഒരു സുപ്പീരിയർ ഇത് കൊടുക്കുന്നില്ല. മനസ്സിലായല്ലോ? ഈ മെയിൻ ആയിട്ട് ഈ 3 മോഡൽസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ആന്ത്രോപോസെൻട്രിസം, ബയോസെൻട്രിസം, എക്കോസെൻട്രിസം. ആന്ത്രോപോസെൻട്രിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യനാണ് ഇവിടെ ഡോമിനന്റ്. ഓക്കെ, സുപ്പീരിയർ ഇൻ നേച്ചർ എപ്പോഴും ആരായിരിക്കും? ഹ്യൂമൻ ആയിരിക്കും, മനുഷ്യനായിരിക്കും. അതേപോലെ തന്നെ മറ്റുള്ള സ്പീഷീസിനെക്കാളും എപ്പോഴും മുകളിൽ, കുറച്ചുകൂടെ മുകളിൽ, അല്ലെങ്കിൽ കുറച്ച് ഡൊമിനന്റ്, സുപ്പീരിയർ ആയിരിക്കുന്നത് ആരായിരിക്കും? മനുഷ്യനായിരിക്കും എന്നാ പറഞ്ഞത്. ബയോസെൻട്രിസം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ജീവിക്കുന്ന ലിവിങ് ബീങ്സ്, അല്ലെ, എല്ലാ ലിവിങ് ബീങ്സും, എല്ലാ ജീവിക്കുന്ന ജീവികളും ഒന്നാണ്. ജീവനുള്ള എല്ലാ ജീവികളും ഒന്നാണ് എന്നുള്ള രീതിക്കാണ് ബയോസെൻട്രിസം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. ഇവിടെ എന്തില്ല? മനുഷ്യനാണ് ഡൊമിനന്റ് എന്നുള്ള ഒരു ടോപ്പിക് ഇവിടെ വരുന്നില്ല. മൂന്നാമതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് എക്കോസെൻട്രിസം. എക്കോസെൻട്രിസത്തിൽ എന്താണ്? ലിവിങ് ആൻഡ് നോൺ ലിവിങ്, അല്ലെ, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാവരും എന്താണ്? എല്ലാവർക്കും ഈക്വൽ വാല്യൂ ആണ് ഉള്ളത് എന്നുള്ളതാണ്. ഇവിടെയും എന്തില്ല? മനുഷ്യനെ ഡൊമിനന്റ് ആക്കി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നേച്ചർ ഇവിടെയും ഇല്ല. എളുപ്പമല്ലേ? ഈ പേരുകളൊക്കെ കേട്ട് നിങ്ങൾ പേടിച്ചു കഴിയേണ്ട ഒരു കാര്യമില്ല, അല്ലെ? ഭയങ്കര സിമ്പിൾ അല്ലേ ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? നമുക്കൊന്ന് കാര്യം അറിഞ്ഞാൽ നമുക്കൊന്ന് നമ്മുടെ ഓൺവേർഡ്സ് എഴുതാവുന്നതല്ലേ ഉള്ളൂ. ഓക്കെ, ഇത് കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത് നമ്മുടെ essay ക്വസ്റ്റ്യൻ മോഡലായിട്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത ഒരു ടോപ്പിക്കാണ് ഇത് എക്കോ ഫെമിനിസം. എന്താണ് എക്കോ ഫെമിനിസം? എന്താണ് ഈ എക്കോ ഫെമിനിസം, അല്ലെങ്കിൽ എക്കോ ഫെമിനിസം എന്ന് പറഞ്ഞ ഒരു ടേം ആരാണ് ക്ലാസിഫൈ കോയിൻ ചെയ്ത് നമുക്ക് നോക്കാം. അത് ഒരു ഫ്രഞ്ച് എഴുത്തുകാരനായ ഡി ഇബോൺ എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് എഴുത്തുകാരനാണ്. അദ്ദേഹം 1974 കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ എക്കോ ഫെമിനിസം എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് മുന്നോട്ട് വെച്ചത്. ഒന്നുമില്ല, ഇവിടെ ഈ എക്കോ ഫെമിനിസം എന്ന് പറയുമ്പോൾ 2 വാക്കുകളാണ് നമുക്ക് ഇതിൽ ഡിറൈവ് ചെയ്യുന്നത്. ഏതൊന്ന് എക്കോ, മറ്റൊന്ന് ഫെമിനിസം.
ഒന്നുമില്ല, പേര് പോലെ തന്നെ എന്താണ് ഈ ഒരു എക്കോ ഫെമിനിസത്തിന്റെ പ്രത്യേകത അഥവാ ഫീച്ചേഴ്സ് എന്ന് നോക്കിയാൽ നമുക്കറിയാം. ഈ എക്കോ ഫെമിനിസം മുന്നോട്ട് വെക്കുന്നത് ഒരു വുമൺ, ഒരു സ്ത്രീക്കും അതേപോലെ നേച്ചറിനും എന്തുണ്ട്, ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ട്. ഈ രണ്ടു കൂട്ടരും ഭയങ്കര അഗാധമായിട്ട് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നേച്ചർ, നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്നതിനെ തടയാനും പ്രകൃതിയെ കുറെ കൂടി പ്രൊട്ടക്ട് ചെയ്യാനും സേഫ് ആക്കാനും കൂടുതൽ കഴിവുള്ളവൾ ആരാണ്? സ്ത്രീയാണ്. കൂടുതൽ അതിന് സാധിക്കാൻ കൂടുതൽ കഴിവുള്ളവൾ ആര് തന്നെയാണ്? സ്ത്രീയാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എക്കോ ഫെമിനിസത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് ഈ എക്കോ ഫെമിനിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വുമൺ, ഒരു സ്ത്രീയും ഓൺ ദി അതർ ഹാൻഡ് നേച്ചർ, അല്ലെ, പ്രകൃതിയും രണ്ടും എന്താണ്, ഒരുപാട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് എന്തെങ്കിലും ദോഷം വരുന്ന തരത്തിൽ ആര് പ്രവർത്തിക്കില്ല? സ്ത്രീകൾ പ്രവർത്തിക്കില്ല. അത് മാത്രമല്ല, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തടയാനും ആർക്ക് കെൽപ്പുണ്ട്? ഒരു വുമൺ, അല്ലെ, ഒരു സ്ത്രീക്ക് കെൽപ്പുണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? സോ ഈ കാര്യങ്ങളൊക്കെയാണ്, ഇതാണ് യഥാർത്ഥത്തിൽ എക്കോ ഫെമിനിസത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇനി ഇതിന്റെ എക്കോ ഫെമിനിസത്തിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ഫണ്ടമെന്റൽസ് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. അത് ഏതാന്ന് നോക്കാം, അല്ലെ. അതായത് ഒന്നുമില്ല, ഇത് തന്നെയാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഒന്നാമത്തേതാണ് നമ്മുടെ, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ തന്നെ സ്ത്രീനും അതേപോലെ തന്നെ നേച്ചറിനും ഒരു വല്ലാത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മോശമായ അല്ലെങ്കിൽ പ്രകൃതിക്ക് നെഗറ്റീവ് എഫക്റ്റ് വരുന്ന പല കാര്യങ്ങളും തടുക്കാൻ ആർക്ക് കഴിയും? വുമൺ, ഒരു സ്ത്രീക്ക് കഴിയും എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ഫണ്ടമെന്റൽ നമുക്ക് നോക്കാം. അതായത് സ്ത്രീനെ, ഒരു വുമണിനെ ഐഡന്റിഫൈഡ് വിത്ത് നേച്ചറുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു എന്താ നമ്മുടെ ഇവിടെ കാണാൻ, ഈ എക്കോ ഫെമിനിസത്തിൽ കാണാൻ സാധിക്കുന്നത്. അതായത് ഭയങ്കര സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ആണ് എന്നാണ് പറയുന്നത്. ഒരു വുമണും ഒരു നേച്ചറും തമ്മിൽ ഭയങ്കര ഒരു പ്രത്യേകതരം റിലേഷൻഷിപ്പ് ബന്ധമാണ് ഉള്ളത് എന്നാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. ഇതാണ് ആക്ച്വലി മെയിൻ ആയിട്ടുള്ള എക്കോ ഫെമിനിസത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ലെസണിൽ നമുക്ക് ആകെ കൂടി നന്നായി പഠിക്കാനുള്ളത്. ഇപ്പൊ ഞാൻ ഈ എടുത്തുന്ന ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ ക്ലാസ്സിൽ പറഞ്ഞ ഒരു സെന്റൻസ് പോലും നിങ്ങൾക്ക് വിട്ടു കളയാനില്ല. ലൈൻ ബൈ ലൈൻ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലെസണിന് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. സോ നിങ്ങൾ ആ കോൺസെപ്റ്റുകൾ എന്താണ്, അല്ലെ, എക്കോസെൻട്രിസം, ആന്ത്രോപോസെൻട്രിസം, ഇതിന്റെയൊക്കെ കോൺസെപ്റ്റുകൾ എന്താണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു എക്കോ ഫെമിനിസം, അല്ലെ, എക്കോ ഫെമിനിസം എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെ, ഈസിയാണ്. നമുക്ക് അത്തരത്തിലുള്ള കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി വെക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എസ്സേ നിങ്ങൾ ഒന്ന് SLM എടുത്തൊന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം സ്വന്തമായി ഒരു എസ്സേ എഴുതി നോക്കുക. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. ഇനി നമുക്കൊരു അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം, അല്ലേ? ഓക്കെ, എളുപ്പമല്ലേ ഈ ഒരു ലെസൺ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല. കാരണം ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലേ, ഇതൊക്കെ ഓരോ കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ഓരോ മോഡലുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞു പോയത്. അതിന് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, അല്ലെ? ഓരോന്നും ഓരോ കാര്യമാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, സോ നമുക്കിനി അടുത്ത ഒരു ക്ലാസ്സിൽ, ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ആൻഡ് താങ്ക് യു.